കർണാടകയുടെ കോൺഗ്രസിന്റെ നട്ടെല്ലാണ് ഡി കെ ശിവകുമാർ. പക്ഷേ ഡി കെ ശിവകുമാറിന് ഇതെന്തു പറ്റി എന്നുള്ളതാണ്. മോദിയുടെ കൈപിടിക്കാൻ ഡി കെ തീരുമാനിച്ചു. അതായത് കോൺഗ്രസ് ഇനി രക്ഷപ്പെടില്ല എന്ന് ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന അതിബുദ്ധിമാനായ കോൺഗ്രസിന്റെ നട്ടെല്ലായ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നിലപാടുകളോടെ തീരുമാനിക്കുന്ന ആളായ ഡി കെ ശിവകുമാറിന് മനസ്സിലായതിൻ്റെ മുന്നൊരുക്കമാണോ മഹാകുംഭമേളയും ഇത്തരത്തിലുള്ള ഈ സദ്ഗുരുവിൻ്റെ ഇഷ ഫൗണ്ടേഷനിൽ 12 മണിക്കൂറോളമുള്ള ഈ പങ്കെടുക്കലും? അല്ല, വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന നേതാവ് എന്ന നിലക്ക് തന്നെയാണ് ശിവകുമാറിനെ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. അത് ഡി കെ ശിവകുമാർ എന്നതാണ്. കാരണം സമ്പത്ത് കൊണ്ടും അതേപോലെ തന്നെ ധീരമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധമായിട്ടുള്ള ചാഞ്ചാട്ടമില്ലാത്തതായിട്ടുള്ള നേതാവ് എന്ന നിലക്കും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വം എന്ന നിലയ്ക്ക് എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പ്രകടമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ കുംഭമേളയിൽ അദ്ദേഹം പങ്കെടുത്തു, അദ്ദേഹത്തിൻ്റെ മകളും പങ്കെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് നടക്കുന്ന മഹോത്സവത്തിൽ അദ്ദേഹം കോയമ്പത്തൂരിലെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അമിത്ഷായോടൊപ്പം പങ്കെടുത്തു എന്നുള്ളതാണ്. ഇതെല്ലാം കാണിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലായാലും തൻ്റെ രാഷ്ട്രീയ സമീപനങ്ങൾ തനിക്ക് ബാലൻസ് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം എന്നത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരാളാണ് ഡി കെ ശിവകുമാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നതിൽ കഥയില്ല എന്നാണ് എനിക്ക്. ബി ജെ പിയുടെ നേതാക്കളൊക്കെ ആയിട്ടുള്ള സൗഹൃദം പുലർത്തുകയും അതുപോലെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഈ വിശ്വാസ പ്രമാണങ്ങൾ, അത് ഒരു ഹിന്ദു വിശ്വാസ പ്രമാണങ്ങൾ, അവയ്ക്കൊപ്പം നിൽക്കുകയും അങ്ങനെ ബി ജെ പി എതിർക്കുകയും ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ഒരു പക്ഷേ ശിവകുമാറിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് അമിത്ഷായ്ക്കൊപ്പം അതുപോലെ തന്നെ മോദിക്കൊപ്പവും ഒക്കെ നടക്കാനും പ്രവർത്തിക്കാനും അതുപോലെ വേദി പങ്കിടാനുമൊക്കെ അദ്ദേഹം തയ്യാറാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ബി ജെ പി ആയി മാറി എന്നല്ല, പകരം കർണാടകത്തിലെ ബി ജെ പിയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ തന്നെ ഒരു പൊസിഷൻ സ്വാംശീകരിക്കുന്ന രീതിയായിട്ട് ഞാനതിനെ കണക്കാക്കുന്നു. പക്ഷേ ഈ ബി ജെ പി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം പറഞ്ഞത് മഹാകുംഭമേളയിൽ കുളിച്ചാൽ ദാരിദ്ര്യം മാറുമോ എന്നുള്ളതാണ്. ആ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ ഇനി അധിക്ഷേപിക്കേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കുംഭമേളയ്ക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നിട്ടും ഖാർഗെ ഇത്തരമൊരു പരാമർശം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോകാത്തത്. പക്ഷേ ഡി കെ ശിവകുമാർ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹം മഹാകുംഭമേളയിൽ എത്തുന്നതും. ഒപ്പം മകളുമുണ്ട്. ആത്മീയമായ ഒരു നിർവൃതി താൻ അവിടെ അനുഭവിച്ചു കുളിച്ചു കയറിയപ്പോൾ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടുമായി ഇത് യോജിച്ചു പോകുന്നതല്ല. ഈ ഇഷ ഫൗണ്ടേഷനുമായി 12 മണിക്കൂറോളം അദ്ദേഹം അവിടെ ചിലവഴിച്ചു എന്നാണ് പറയുന്നത് മുഖ്യ അതിഥി അമിത്ഷായോടൊപ്പം. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടുമായി മുന്നോട്ട് പോകുന്നതല്ല. ഇപ്പോൾ കോൺഗ്രസിൽ ഇനി തനിക്ക് ഭാവിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആകാനൊക്കെ ഇരുന്ന ആളാണ്. അവിടേക്കാണ് സിദ്ധരാമയ്യയെ കൊണ്ടുവന്നതും. അതിലൊക്കെ ഒരു മുറുമുറുപ്പ് എന്തായാലും ഡി കെക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ തരൂര് പറയുന്നത് തൻ്റെ നിലപാടുമായി ബി ജെ പിയുടെ നിലപാട് ഒത്തുപോകാത്തത് കൊണ്ട് താൻ ബി ജെ പിയിലേക്കില്ല എന്നൊക്കെ തരൂരും പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും ചെന്ന് കയറുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ചെന്ന് കയറുന്നതിൻ്റെ ഒരു ചുവട് വയ്പ്പാണോ ഡി കെയുടെ ഈ ഒരു മനം മാറ്റത്തിനുള്ളത്? അല്ല, ഡി കെ സ്വയം ശാക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം ശാക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ മല്ലികാർജുന ഖാർഗെ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചു, അതായത് കുംഭമേളയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ എന്നുള്ളത്. അദ്ദേഹം ദളിതനായി നിൽക്കുകയും അതേപോലെ തന്നെ ഒരു മതേതര സ്വഭാവം പുലർത്തുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനായി ചോദിക്കാം. അങ്ങനെ ചോദിച്ച ആ ചോദ്യം കോൺഗ്രസിനെതിരെ തിരിച്ചുവിടുന്ന ഒരു ആയുധമായി മാറാതിരിക്കുക എന്ന് പറയുന്ന മുൻകരുതൽ യഥാർത്ഥത്തിൽ ശിവകുമാറിൻ്റെ പ്രവർത്തനത്തിലുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ നീക്കം മല്ലികാർജുന ഖാർഗെ ഉണ്ടാക്കിയ അപകടം എന്താണോ അതിനെ വെള്ളമൊഴിച്ച് അല്ലെങ്കിൽ ഗംഗാജലം കൊണ്ട് തന്നെ അതിനെ കെടുത്തുക എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് യഥാർത്ഥത്തിൽ ശിവകുമാറിൻ്റെ ഈ പ്രവർത്തനത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു രാഷ്ട്രീയമാണ്. നമ്മൾ ശരിയാണ്, അദ്ദേഹത്തിന് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സിദ്ധാരാമയ്യ എന്ന് പറയുന്ന
ഒരു മഹാപർവ്വതം അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് താനാണ് എന്നുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള എതിർപ്പും ഹിന്ദു സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കുക എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ള നീക്കമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹം വിശ്വാസിയുമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിനയമോ കാപട്യമോ ഒന്നുമല്ല എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ആ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ലയിപ്പിച്ചേർക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇതുവഴി ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു വീക്ഷണം യഥാർത്ഥത്തിൽ ശിവകുമാറിൻ്റെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. നാളെ അദ്ദേഹം ഈ കുംഭമേളയിൽ മുങ്ങിയതിൻ്റെ പേരിലും അതേപോലെ തന്നെ ഗുരുവിൻ്റെ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലും ഒക്കെ ആയിരിക്കാം കൂടുതൽ ആർജവത്തോടും കൂടുതൽ ശക്തിയോടുകൂടി കർണാടകത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തേരാട്ടം നടത്താനായിട്ട് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല കോൺഗ്രസിന് ഒരു സന്ദേശവും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കൊറ്റയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ മേൽ കുതിര കയറാൻ വന്നാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ വെച്ചൊഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകും എന്ന് പറയുന്നതായിട്ടുള്ള മെസ്സേജും കൊടുക്കുന്നുണ്ട്. തരൂരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ മറ്റു വഴികൾ അന്വേഷിക്കും. BJPൻ്റെ ഒരു ഓപ്ഷനല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കുറേ കഴിയുമ്പോൾ നമുക്കറിയാം അത് ചിലപ്പോൾ BJPയിൽ തന്നെ വന്ന് ലയിച്ചു ചേരാനായിട്ടുള്ള സാധ്യത തള്ളാവുന്നതല്ല. കാരണം അത് ഒരു അധികാരത്തിൻ്റെയും അതേപോലെ തന്നെ ഓരോരുത്തരുടെയും സ്വത്വബോധത്തിൻ്റെയൊക്കെ പ്രശ്നമാണ്. പക്ഷേ നമുക്കറിയാം തരൂർ വെച്ച് പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുമായിട്ട് പല ഘട്ടങ്ങളിലും BJP ആയി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്ന്. അത് ശിവകുമാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷേ അദ്ദേഹം ചെയ്യുന്നൊരു ടാക്ടിക്സ് എന്താണെന്ന് വെച്ചാൽ BJPയുടെ ഒരു ബേസിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്ലാറ്റ്ഫോം അവിടെ ചവിട്ടി നിൽക്കാനും അവിടെ കാലുറപ്പിക്കാനുമായിട്ടുള്ള ശ്രമമാണ് ഈ രണ്ട് സംഭവങ്ങളിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ കോൺഗ്രസിൽ സത്യം വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ പടിക്ക് പുറത്താകുന്ന ഒരു നിലപാട് ആരും ഒപ്പം നിൽക്കുക. തരൂരിലൂടെ നമ്മൾ കണ്ടതാണ്. തരൂർ പറഞ്ഞത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് തരൂരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അവസാനം തരൂരിന് ഗതികെട്ട് പറയേണ്ടി വന്നു ഇംഗ്ലീഷ് പഠിക്ക് എന്നിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സത്യം വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയോ ചെയ്താൽ അവരൊക്കെ കടക്ക് പുറത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതേ നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DKക്ക് കോൺഗ്രസ് രക്ഷയുണ്ടോ? ഒറ്റപ്പെടാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? അല്ല, DK എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മേൽവിലാസത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നതിനേക്കാളുപരി DKയുടെ മേൽവിലാസത്തിലാണ് കർണാടകത്തിലെ കോൺഗ്രസ് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് DKക്കെതിരെ ഇതുവരെയും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപശബ്ദങ്ങൾ വന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ അവർ മൗനാനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. DK എതിർക്കാൻ തങ്ങൾക്കാവില്ല എന്ന കാര്യം അവർക്കറിയാം, DKക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ ശക്തി അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയാണ്, പല ഘട്ടങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസ് കുടുംബത്തിൻ്റെ അഭിപ്രായം, അതായത് ഗാന്ധി കുടുംബത്തിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡൈനാസ്റ്റിക് വോയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. BJP എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത് ഒരു ഡൈനാസ്റ്റി റൂളാണ്. അതാണ് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അഭിപ്രായങ്ങൾ അതൊക്കെ കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങളായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഡെമോക്രാറ്റിക് വ്യൂ ഓഫ് പാർട്ടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റില്ല. ഒരു പാർട്ടിയെക്കുറിച്ചുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാഴ്ചപ്പാടില്ല അവിടെ. അതുകൊണ്ട് തന്നെ ആ നിലപാടിനൊന്നും വലിയ പ്രസക്തിയില്ലാതെ മാറിത്തീരുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർന്നു പോകുന്ന സമീപനങ്ങൾ തന്നെയാണ് DK ശിവകുമാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലെല്ലാം അവർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ BJP അടിച്ചു കയറി മുന്നോട്ട് വന്ന സമയത്ത് ഹിന്ദുത്വ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ആശയം അത് അവരുടേത് മാത്രമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ BJP ചെയ്ത്. അപ്പോൾ കോൺഗ്രസ് അവിടെ നിന്ന് പുറത്താകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തായ കോൺഗ്രസ്സിന് പല ഘട്ടത്തിലും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമോ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോ ഈ വിഷയത്തിലില്ല. നമുക്കറിയാം രാമക്ഷേത്ര നിർമ്മാണ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള എത്രയോ നേതാക്കൾ അതിൻ്റെ ഒപ്പം നിൽക്കുകയും അതിനു വേണ്ടിയിട്ട് സംഭാവന വിരിക്കുകയും അതിൻ്റെ മുന്നണി പ്രവർത്തകരായിട്ട് മാറിയിരുന്നു. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ എതിർത്ത് നിന്നിരുന്നു. കോൺഗ്രസിൻ്റെ, അതായത് രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് എടുത്ത ഒരുപാട് പേര് ഉത്തർപ്രദേശിലുണ്ടെന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശ് കോൺഗ്രസ് ബഹുഭൂരിപക്ഷവും BJPയുടെ കാഴ്ചപ്പാടിനൊപ്പമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിലും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലൊക്കെ എന്നുള്ളതായിരുന്നു നമുക്കറിയാം. അത് കോൺഗ്രസിൻ്റെ ഒരു രീതി അതാണ്. നമ്മളത് കാണാതെ ഈ DK ശിവകുമാർ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന രീതിയിൽ പ്രവർത്തിച്ചു, ഇന്ന ആൾക്കൊപ്പം ഉണ്ടായി,
അതുകൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് പോകാം എന്ന നിഗമനത്തിലെത്തുന്നതിൽ കഥയിൽ കോൺഗ്രസിലാണ് പഴയ കാലത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം മാത്രമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം യഥാർത്ഥത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു എന്ന് മാത്രമേ നമുക്കതിനകത്ത് കണക്കാക്കേണ്ടത്. സിദ്ധാരാമയ്യ എന്ന് പറയുന്ന അദ്ദേഹം കൂടുതൽ യുക്തിവാദ സ്വഭാവം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹം ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം കൊണ്ട് ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ്.